എന്താ ഇതിലൂടെ അങ്ങ് ആഗ്രഹിക്കണേ? പരിശുദ്ധാത്മാവ് ഉടനെ പറഞ്ഞു തരും. പരിശുദ്ധാത്മാവ് നമുക്ക് ഇപ്പോൾ ഈ ഒരു സംഭവമാണെങ്കിൽ വിശുദ്ധ കുർബാന ഉയർത്തുന്ന സമയത്ത് അനേകം ആൾക്കാരെ കണ്ടു ഇല്ലേ? അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ കൂടാണ്ട് നിരവധി പേര് ഈ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും അതിനൊരു സാഹചര്യമില്ല. ഇന്നത്തെ ലോകത്തിൽ ഇപ്പോൾ ഉത്തരേന്ത്യയിൽ തന്നെ ഒരു സ്ഥലത്ത് ഞാൻ പണ്ട് ഉണ്ടായ ഒരു അനുഭവമാണ്. 80 കിലോമീറ്റർ നടന്നിട്ടാണ് അവർ കുർബാനയ്ക്ക് വരുന്നത്. അതായത് ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് വരാൻ ശനിയാഴ്ച രാവിലെ അവർ നടക്കാൻ തുടങ്ങും. അവരുടെ കാല് കാണണം. കാലിൽ ഈ തയമ്പ് പിടിച്ചിട്ട് ഒരു പലക മാതിരി അവരുടെ കാലിരിക്കണത്. എന്തിനാ അവർ വന്ന് ഈ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി വന്നു? ചെരുപ്പൊന്നുമില്ല. ഇന്ന് ഇപ്പോൾ യൂറോപ്പിൽ എന്തോ ഒരു വലിയ ക്രിസ്തീയ രാജ്യമായിരുന്ന യൂറോപ്പിൽ അച്ഛന്മാരില്ല. 5 ഇടവകയിൽ കൂടി എല്ലാം കൂടി ഒരച്ഛനാണ്. അച്ഛൻ ഒരു ദിവസം ഒരു സ്ഥലത്ത് കുർബാനയിലും അങ്ങനെ ഞായറാഴ്ച പോലും ചില സ്ഥലത്ത് കുർബാനയില്ല. കാത്തലിക് കൺട്രീസ്. ഇനി ഗൾഫ് രാജ്യങ്ങളിൽ നോക്കി എന്തോരം സ്ഥലത്ത് കുർബാനയില്ല. ക്രിസ്ത്യാനികൾ നമ്മുടെ ആൾക്കാരാണ്, അവിടെ ഒരുപാട് പേര് പോയേക്കണം. അപ്പം അങ്ങനെ കുർബാന ഇല്ലാത്ത, കുർബാന കിട്ടാത്ത അനേകം പേരുടെ വേദന നമ്മൾ കണ്ട് അതും കൂടി സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. അതൊക്കെ ആയിരിക്കും അതിൻ്റെ സന്ദേശം. ചോദിച്ചോളൂ. ആദ്യം ഒരു കരിസ്മാറ്റിക് സ്ത്രീയുടെ അടുത്തൊന്ന് പറഞ്ഞേ. പറഞ്ഞോ. ആദ്യം ഒരു കരിസ്മാറ്റിക് ധ്യാനം കൂടി ഈശോയെ ആരാധിച്ച് എഴുന്നേറ്റ് വയ്ക്കുമ്പോൾ ഞാനിങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ ഒരു ചെറിയ കറുത്ത പെട്ടി കാണിച്ചു തന്നു. കറുത്ത പെട്ടി മാറി ചുവന്ന പെട്ടിയായി. ചുവന്ന പെട്ടി കുരിശ്. പേജ് മറിക്കുന്നു. ഇപ്പൊ ഇതിൽ വ്യാഖ്യാനം എല്ലാം ക്ലിയർ ആയല്ലോ ഇല്ലേ? ഓക്കെ നമ്മൾ ഇനിയിപ്പം 1:30 മണിക്ക് ഭക്ഷണം കഴിക്കാൻ പോകും. 2:30 മണിക്ക് വിശുദ്ധ കുർബാനയുടെ സമാപന ശുശ്രൂഷകൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇന്ന് നമുക്ക് റെസ്റ്റൊന്നുമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആ ഫരിസേയ മനോഭാവത്തെ എടുത്ത് കളയണോ വേണ്ടയോ? അപ്പോൾ അതിനെ പ്രധാനമായിട്ട് ഇപ്പം നിങ്ങളെല്ലാം കുമ്പസാരിച്ചിട്ടുള്ളവരാകാം. പക്ഷെ ഇന്ന് നിങ്ങൾ ഈ ഫരിസേയ മനോഭാവത്തിനെ ഉരിഞ്ഞു മാറ്റാൻ വേണ്ടിയുള്ള ഒരു കുമ്പസാരം നടത്തണം. നമ്മുടെ ധ്യാനത്തിൻ്റെ എല്ലാം ലക്ഷ്യം, എല്ലാ കരിസ്മാറ്റിക് ധ്യാനത്തിൻ്റെയും ലക്ഷ്യം പുതിയ സൃഷ്ടിയാവുക എന്നതാണ്. അപ്പോൾ ഞാനും പണ്ടെല്ലാം പ്രാർത്ഥിച്ചിരുന്നത് നമ്മളിലുള്ള പാപത്തിൽ നിന്ന് മാറി പുതിയ സൃഷ്ടിയാവുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ പാപത്തെക്കുറിച്ച്, മറ്റുള്ള എല്ലാ പാപത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് നമ്മൾ കുമ്പസാരിച്ചു. എന്നിട്ട് വല്ല പാപം പോയാൽ മിക്കവാറും പാപമൊക്കെ ഇപ്പോഴും ഉണ്ട്. ശരിയാണോ ഇല്ലയോ? ചിലർ പറയും, എൻ്റെ ബ്രദറെ ഞാൻ കുമ്പസാരിക്കാൻ ചെന്നാൽ എനിക്കറിയാം പടപടപടേന്നെന്നും പറയാറുള്ളത് ഞാനങ്ങ് പറയും. കാരണം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. കുമ്പസാരിക്കണു, ആശ്വാസം കിട്ടണു, വീണ്ടും ചെയ്യണു. കാരണം നമ്മൾ പാപമോചനം മാത്രമല്ല ഈശോ നമുക്ക് തരുന്നത്, നമ്മളെ ഈശോ പുതിയ സൃഷ്ടിയാക്കുന്നു. 2 കൊരിന്ത്യസ് 5-ാം അധ്യായം 17-ാമത്തെ വചനം. അപ്പോൾ പരിശുദ്ധാത്മാവിലുള്ള നവീകരണം എന്ന് പറഞ്ഞാൽ ഈ പഴയ നിയമത്തിൽ നിന്ന് മാറി
പുതിയ നിയമത്തിലേക്ക് വന്നിരിക്കുന്നു. ആ പഴയ നിയമം തന്നെ നമ്മൾ വിടണം. ഇത് പറയാൻ ധൈര്യമില്ല ആർക്കും. എനിക്കും പണ്ട് ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം സാവധാനം ധൈര്യം വന്നേക്കാണ്. എന്തിനാ? പുതിയ നിയമത്തെ മുറുക്കെ പിടിക്കണം. അതാണ് നിഴലാം നിയമം വിട്ടു നിയമം പാലിച്ചവനാം പൗലോസ്. 10 നിയമവും എഴുതി വെച്ച് അക്ഷരം പ്രതി അത് അനുസരിക്കുകയാണ് നമ്മളെങ്കിൽ നമ്മൾ ആരാ? നമ്മൾ ഒരു യഹൂദനാണ്. പക്ഷെ നമ്മളിപ്പോൾ ആരാ? നമ്മളൊരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്തുവിലായിരിക്കുന്നവൻ. വായിക്കുക 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാമത്തെ വചനം. എന്താ പറയണേ? വായിച്ചോ. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. എല്ലാവരും ഏറ്റു പറഞ്ഞത്. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ശ്രദ്ധിക്കണം. ആരാണ് പുതിയ സൃഷ്ടി? ഒന്നുകൂടി ഉച്ചത്തിൽ പറഞ്ഞ ക്രിസ്തുവിൽ ആയിരിക്കുക. എന്താണ് ക്രിസ്തുവിൽ ആയിരിക്കുക എന്നതിൻ്റെ അർത്ഥം? ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ. ക്രിസ്തുവിലായിരിക്കുന്നവൻ ഇനിയൊരു യഹൂദനല്ല, ഇനിയൊരു ഫരിസേയനല്ല, ഇനിയൊരു നിയമജ്ഞനല്ല. അവൻ ക്രിസ്തുവിൻ്റെ പീഠകളിൽ അവൻ്റെ പാപം മുഴുവനും ക്രിസ്തു ഏറ്റെടുത്ത്, ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അത് ഏറ്റെടുത്ത്, ആ ശരീരം മരിച്ച് അതോടൊപ്പം അവൻ്റെ പാപവും അതോടൊപ്പം മരിച്ചു. വിശ്വസിക്കുന്നുവോ? ആ മരിച്ച ശരീരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ പാപം ഉയർത്തെഴുന്നേറ്റോ? പാപം ഉയർത്തെഴുന്നേറ്റോ? എന്താ സംശയം? എന്താ ഇത്ര താമസിച്ചത് പറയാൻ ഉത്തരം? ഇതാണ് നമ്മുടെ പ്രശ്നം. കാരണം എന്താ? നമ്മളിൽ ഇപ്പോഴും പാപമുണ്ട്. അപ്പം എന്തുകൊണ്ട് നമ്മൾ ഈ പറയണത് വിശ്വസിക്കുന്നില്ല? എന്നോട് ക്ഷമിക്കണം, ഇതാണ് സത്യം. നമ്മളിപ്പോഴും ശരിക്കും വിശ്വസിക്കുന്നില്ല. ഈ 10 പ്രമാണത്തെ ഇപ്പോഴും കർക്കശമായിട്ട് പാലിച്ചാലേ ഞാൻ വിശുദ്ധരാകുള്ളൂ എന്ന് പറഞ്ഞ് ഒരു വശത്ത് നമ്മൾ ബഹളം ഉണ്ടാക്കി എഴുതി പ്രമാണങ്ങളും അതിൻ്റെ ഉപപ്രമാണങ്ങളും കുറേ എഴുതി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അന്ന് ഫരിസേയരെ എഴുതി കൊടുത്ത മാതിരി തന്നെയല്ലേ അത്. അവരെന്ത് ചെയ്തു? 10 പ്രമാണത്തിനെ 800 പ്രമാണമാക്കി ലിസ്റ്റ് ഉണ്ടാക്കി. ഇന്നത് ചെയ്യുകയാണെങ്കിൽ ഇന്ന ശിക്ഷ, ഇന്നത് ചെയ്യുകയാണെങ്കിൽ ഇന്ന ശിക്ഷ. ഇത് തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? പറയ്. അപ്പം ഈ സിദ്ധാന്തം മാറ്റി നിങ്ങൾ ക്രിസ്തുവിലാകണം. ക്രിസ്തു പ്രമാണങ്ങളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം തൻ്റെ ശരീരത്തിലെടുത്ത് കുരിശിൽ തറച്ച് അതിനെ കൊന്നു. ഇത് വിശ്വസിക്കുന്നുവോ? എന്താണ് ക്രിസ്തു നശിപ്പിച്ചത്? പ്രമാണങ്ങളെ അല്ല, പ്രമാണങ്ങളുടെ ആധിപത്യം. പെട്ടെന്ന് എഫേസോസ് 2-ാം അധ്യായം 16-ാമത്തെ വചനം വായിക്കുക. 15-16. ഇത് വിടല്ലേ? എന്താണ് 2-ാം അധ്യായത്തിൽ പറയുന്നത്? എഫേസോസ് 2-ാം അധ്യായത്തിൽ പറയുന്നത് 14, 15, 16 പറയുന്നത് അവൻ കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തന്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി ഇരു കൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും കുരിശു വഴി ഒരേ ശരീരത്തിൽ ഇരു കൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. ആരുമായിട്ടുള്ള ശത്രുത? ദൈവവും മനുഷ്യനുമായിട്ടുള്ള ശത്രുത. മനുഷ്യരെല്ലാവരും പാപം ചെയ്ത് ദൈവവുമായിട്ട് ശത്രുതയിലായിരിക്കുന്ന ആ ശത്രുത അവസാനിപ്പിക്കാൻ വേണ്ടി ദൈവം തന്നെ തൻ്റെ പുത്രനെ മനുഷ്യരിൽ ഒരാളായിട്ട്, അതായത് തൻ്റെ ശത്രുക്കളായ പാപികളായ മനുഷ്യരിൽ ഒരാളായി അവതരിപ്പിച്ച്
മനുഷ്യാവതാരം ചെയ്തിട്ട് ആ മനുഷ്യാവതാരം ചെയ്ത യേശുക്രിസ്തു ഈ തൻ്റെ സഹോദരരായ മനുഷ്യരുടെ എല്ലാ പാപവും തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. എന്താണ് ഈ പാപം? കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യമാണത്. കൽപ്പനയും ചട്ടവും ഇപ്പോൾ തന്നെ ഉണ്ട്, പക്ഷെ അതിൻ്റെ ആധിപത്യം മാറ്റി തൻ്റെ ശരീരത്തിലെടുത്ത് ആ പാപത്തെ മൂലം വേദനിച്ച് ആ വേദനയിലൂടെ യേശു അതിനെ നിഹനിച്ച് മരിച്ച്, അതാണ് മരണത്താൽ, അവൻ്റെ മരണത്താൽ അവൻ നമ്മുടെ മരണത്തിൻ്റെ മേൽ വിജയിച്ചു. എന്താ നമ്മുടെ മരണം? പാപത്തിൻ്റെ വേദനമായ മരണത്തെ യേശുവിൻ്റെ നിത്യജീവനാൽ വിജയിച്ചു. വിജയിച്ചോ? വിജയിച്ചോ? ഇതൊരു ഹിസ്റ്റോറിക്കലായിട്ട് നടന്നു കഴിഞ്ഞ സംഭവമാണോ? ഇത് ഇനി നടക്കാനിരിക്കുന്നതാണോ? ആണോ? ഇത് ഇനി നടക്കാനിരിക്കുന്നതാണോ? ഇനി നമ്മുടെ പാപത്തിന് വേണ്ടി യേശുക്രിസ്തു വീണ്ടും വരണമോ? അപ്പൊ ഇതിനൊന്ന് വിശ്വസിച്ചേ, ഇത് നടന്നു കഴിഞ്ഞിരിക്കുന്നു. യേശു മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപത്തിന്റെ മരണം യേശു ഏറ്റെടുത്തു, യേശുവിനെ അടക്കി. ആ പാപം അതോടുകൂടി അടക്കപ്പെട്ടു. ഇനി യേശു ഉയർത്തപ്പോൾ ആ ഉയർത്ത ശരീരത്തിൽ പാപമുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? അതാണ് നമുക്ക് പുതിയ ശരീരമായിട്ട് മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ ആ ശരീരം നമ്മൾ ധരിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെയുള്ള ഒരാളാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആൾ എന്ന് പറയുന്നത്. അവൻ ആരിൽ വിശ്വസിക്കുന്നു? യേശു ക്രിസ്തുവിൽ. മോശയിലല്ല, മോശ തന്ന നിയമത്തിലുമല്ല, യേശു കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ദൈവരാജ്യത്തിലും ദൈവരാജ്യത്തിൻ്റെ നീതിയിലും ആ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പുതിയ നിയമമായ പരിശുദ്ധാത്മാവിലും. ആ പരിശുദ്ധാത്മാവ് അവൻ്റെ ജീവിതത്തിൻ്റെ ചാലക ശക്തിയായി അവനെ നയിക്കും, അവനെ വിശുദ്ധീകരിക്കും, അവനെ ശക്തീകരിക്കും, അവനെ മഹത്വീകരിക്കും. അങ്ങനെ ആ മഹത്വത്തിൻ്റെ ആത്മാവ് നമ്മളുടെ ജീവിതത്തിൽ പ്രതിബിംബിക്കുന്നതിനെയാണ് യേശു ക്രിസ്തുവിൽ എന്ന് പറഞ്ഞ എല്ലാവരും യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിൽ, ആ വാക്കിനെ ശരിക്ക് വട്ടം വരച്ചിടും. യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ ഇനി യഹൂദനല്ല, ഫരിസേയനല്ല, വിജാതീയനല്ല, അവൻ മറ്റൊരു ക്രിസ്തുവാണ്. അപ്പൊ ആ യേശു ക്രിസ്തുവിലായിരിക്കുന്നവൻ, യേശുവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവൻ പുതിയ സൃഷ്ടിയായി. ഇത് തുറന്ന് വായിച്ചേ 2 കൊരിന്ത്യർ 5:17 ബാക്കി ഭാഗം. ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഇല്ല, പഴയതെല്ലാം കടന്നുപോയി. ഓക്കെ, ഇതിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇവിടെ ഒന്നും കൂടി മനസ്സിലാക്കണം. ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ, ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 3-4 വചനം വായിക്കാം. പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനോടും ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു, അവൻ നിയമം മുഴുവൻ പാലിക്കാൻ കടപ്പെട്ടവനാണ്. പരിച്ഛേദനം സ്വീകരിക്കുന്നവനോട് ഞാൻ വീണ്ടും പറയുന്നു, അവൻ നിയമം മുഴുവനും പാലിക്കാൻ കടപ്പെട്ടവനാണ്. കാരണം അവൻ യഹൂദനായി. അവൻ പരിച്ഛേദനത്തിൽ വിശ്വസിക്കുന്നു, അവൻ പരിച്ഛേദനം അനുസരിച്ചുള്ള നീതിയിൽ വിശ്വസിക്കുന്നു. എന്നാൽ അതിനുശേഷം പറയുന്നത് എന്താ? നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നെല്ലാവരും ശബ്ദം ഉയർത്തി വചനമൊന്ന് പറഞ്ഞേ. നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. കൃപാവരത്തിൽ നിന്നും നിങ്ങൾ വീണുപോയിരിക്കുന്നു. കൃപ എന്തനുസരിച്ചിട്ടാണ്? കൃപ വിശ്വാസം അനുസരിച്ചിട്ടാണ്. വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടത്. അത് നമ്മൾ
നേടിയെടുത്തതോ നമ്മുടെ പ്രവർത്തനം കൊണ്ടല്ല. ഇത് പറയുമ്പോൾ ഇത് ഒരു പ്രൊട്ടസ്റ്റന്റ് പ്രബോധനമാണെന്ന് തോന്നുന്നു. അതാണ് അത് ക്രിസ്ത്യാനി ആയതിനു ശേഷം, അതായത് ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്ന വ്യക്തി ഈശോ പറഞ്ഞിരിക്കുന്ന പുതിയ നിയമത്തിൻ്റെ ചില നിയമങ്ങളുണ്ട്. എന്താ പുതിയ നിയമത്തിൻ്റെ പ്രധാന നിയമം? സ്നേഹം. ആ സ്നേഹത്തിൻ്റെ ഒരു നിയമം എന്താണ്? നിന്റെ സഹോദരൻ ഉടുക്കാനില്ലാതെയും ഭക്ഷിക്കാനില്ലാതെയും കിടക്കാനില്ലാതെയും വഴിയരികിൽ കിടക്കുമ്പോൾ നിനക്കെങ്ങനെ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും? മനസ്സിലാവുന്നുണ്ടോ? നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുകയും നിന്റെ മുമ്പിൽ കാണുന്ന നിന്റെ സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അതാണ് സ്നേഹത്തിൻ്റെ വലിയ തെറ്റ്. അതുകൊണ്ടാണ് അപ്പം ആ രീതിയിലാണ് ആ വിശ്വാസി വിശ്വാസത്തിൽ ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിലായിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഉടുതുണിയിൽ പകുതി മുറിച്ചവന് കൊടുക്കും. അത്തരത്തിലുള്ള അപ്പം ആ പ്രവൃത്തിയും ഈ പ്രവൃത്തിയായിട്ട് വ്യത്യാസമുണ്ട്. അതൊക്കെ ശരി. ഇത് ഈ പ്രവൃത്തി ഇതാണ് ഇപ്പോഴും നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇവിടെ പൗലോസ് ശ്ലീഹ പറയുന്നത് ഫരിസേയരും നിയമജ്ഞരും അവരുടെ എന്നല്ല, നമ്മൾ വലിയൊരു ഫരിസേയനാണെന്നാണ് ഞാൻ ഈ പറയണത്. നമ്മളിപ്പോഴും യഥാർത്ഥ ക്രിസ്ത്യാനി ആയിട്ടില്ല. കാരണം നമ്മളിപ്പോഴും 10 പ്രമാണം അനുസരിച്ചുള്ള പ്രവൃത്തിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ പോയി അല്ല. അതാണ് പുതിയ നിയമം. കണ്ടോ, ഇപ്പൊ വന്നു അടങ്ങിയിരിക്കുന്നു. അതെ. അപ്പൊ അതിൻ്റെ ഇടയിൽ യേശുക്രിസ്തു എവിടെ വന്നിരിക്കുന്നു പറയും? അത് സത്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ്. ഇതിപ്പോൾ ഇനി അടുത്തൊരു ധ്യാനം കൂടിയാലേ ചേച്ചിക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഇതിന് ആദ്യത്തെ ദിവസം വന്നില്ലെങ്കിലുള്ള പ്രശ്നം ഇതാണ്. അല്ലല്ല, അങ്ങനെയല്ല. യേശു ക്രിസ്തുവിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പാപം ചെയ്യാൻ പറ്റില്ല. മറിച്ച് നിങ്ങൾ ഈ 10 പ്രമാണത്തിലാണ് ജീവിക്കണമെങ്കിൽ നിങ്ങൾ പാപം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ചോദിക്കുക, നിങ്ങൾ പ്രമാണങ്ങൾ റദ്ദാക്കിയിട്ടില്ല. പ്രമാണങ്ങളുടെ ആധിപത്യം യേശുക്രിസ്തു ഏറ്റെടുത്തു. മനസ്സിലായി? ഞാൻ പല പ്രാവശ്യം പറഞ്ഞു പ്രമാണങ്ങളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം യേശുക്രിസ്തു ഏറ്റെടുത്തു. എന്നിട്ട് നമുക്ക് പുതിയ ഒരു ശരീരം തന്നിരിക്കുന്നു. അതെങ്ങനെയാ? പാപം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ തന്നിരിക്കുന്നു. അപ്പൊ പിന്നെ നമ്മൾ പ്രമാണങ്ങൾക്ക് പുറത്തായോ? നീ ആരെ കൊല്ലരുത്. കൊന്നു? ഒരിക്കലുമില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഉടനെ കർത്താവേ എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു തെറ്റുപറ്റിപ്പോയി, കുമ്പസാരിക്കണം. കുമ്പസാരിക്കാൻ മാത്രം പോരാ, നിങ്ങൾ അതിന് പശ്ചാത്തപിക്കണം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. പ്രധാനമായിട്ട് യേശുക്രിസ്തു വിശ്വസിക്കണം. യേശുക്രിസ്തു എൻ്റെ ഈ പാപത്തിന് പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നും ഇതിന് എന്നെ ആ പാപം ഞാൻ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുന്നതോടുകൂടി ആ പാപത്തിലൂടെ ഉണ്ടാകാവുന്ന എല്ലാ ശിക്ഷയും ക്യാൻസലായി. അത് നീതീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ക്യാൻസലായി. ആ ശിക്ഷയും അതിൻ്റെ തിന്മയും ക്യാൻസലായി. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ്? ഇംഗ്ലീഷിൽ പറയുന്നത് അബ്സോൾവ്. അത് അബ്സോൾവ്. വേറൊരു വാക്ക് അക്വിറ്റഡ്. യു ആർ അക്വിറ്റഡ്. കേസ് തള്ളിക്കളഞ്ഞു.
ഇല്ല, ശിക്ഷയില്ല. എന്താ പിന്നിപ്പോൾ നിയമമുള്ളത്? കൊലപാതകം ചെയ്തതെന്ന് പറഞ്ഞാൽ ആ ശിക്ഷ യേശുക്രിസ്തു ഒഴിവാക്കിയിരിക്കുന്നു. ആ, രാഷ്ട്ര നിയമത്തിൽ അത് വേറെ. ഒരുപാട് സംശയം മാത്രം ഇല്ല, പക്ഷെ അരമണിക്കൂറൂടെ ഉള്ളൂ. ഒരാളെ കൊന്നു എന്നുള്ളത് ഞാൻ കണ്ടു. ആര്? നിങ്ങളാണ് കൊന്നത്? വേറൊരാളെ കൊന്നു. എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഒരാളെ കൊല്ലുന്നത് നിങ്ങൾ കണ്ടു. എന്നിട്ട് ആ വ്യക്തി പോയി കുമ്പസാരിക്കണതും കണ്ടു. പക്ഷേ ഈ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ ചുമതലയല്ല. അതാണ് ഈശോ പോലും പറയണത്, ഞാൻ കണ്ടിട്ടും കാണുന്നില്ല. നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ സിവിൽ നിയമങ്ങൾ വരുമ്പോൾ അത് നിങ്ങൾ ഏത് നിയമത്തിൽ വിശ്വസിക്കുന്നതനുസരിച്ചിരിക്കും. നിങ്ങൾ ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ നിയമം നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയോ ഒരാളെയും വിധിക്കുകയോ ചെയ്യണ്ട. കർത്താവിനറിയാം, കർത്താവ് ചെയ്തോളൂ. നമ്മൾ കർത്താവിൽ ആശ്രയിക്കുക. നമ്മളിവിടെ മറ്റുള്ളവരുടെ കുറ്റം അന്വേഷിക്കണ പോലീസുകാരനാകാനായിട്ട് വല്ല ഡ്യൂട്ടി തന്നിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കുമ്പസാരിക്കാൻ പോകുന്നത് ഇതാണ്. നമ്മൾ ഇനിയും മനസ്സിലാകാത്തൊരു കാര്യം. നമ്മളിപ്പോഴും വിചാരിക്കുകയാണ്, ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ദൈവം ശിക്ഷിക്കും എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ ആ നിയമത്തിലാണ് ഇപ്പോഴും. ആരുടെ? യഹൂദ നിയമത്തിലാണ്. അപ്പം നമ്മൾ യഹൂദനാണ്. അതിന് എളുപ്പം മനസ്സിലാകാവുന്ന ഇതാണ്, ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് ഔസേപ്പ് യഹൂദ നിയമപ്രകാരം എടുക്കേണ്ട ആക്ഷനുകളൊന്നും എടുക്കാതെ അവളെ അവഹേളനത്തിന് പാത്രമാക്കാതെ മിണ്ടാതെ ഇരുന്നു. രഹസ്യത്തിൽ ഉപേക്ഷിക്കാന്ന് വെച്ചു. ഇതാണ് ദൈവനീതി. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ട് അയാൾ അങ്ങനെ ചെയ്തു? അയാൾ ദൈവത്തിൽ ആശ്രയിക്കണം. കർത്താവ് എന്നീ അറിയാണ്ട് ഇങ്ങനൊന്നും സംഭവിക്കില്ല. ഇതെന്തോ നിന്റെ ദൈവത്തിൽ ആശ്രയിക്കണം. ഇനി മറിയത്തിൻ്റെ അവസ്ഥ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഈ പഴയ നിയമത്തിൽ മുഴുവൻ പറയുന്നത് കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലുന്നതും കൊലപാതകം സ്വീകരിക്കുന്നതുമായ കാര്യങ്ങളാണ്. ഇപ്പോൾ മക്ബായ ഗ്രന്ഥത്തിൽ ആ അമ്മ പറയാണ്, നിങ്ങൾ നിയമമനുസരിക്കണം, അതിനുവേണ്ടി അവർ നിന്നെ കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ. ആ അമ്മ 7 മക്കളെയും കൊല്ലാൻ വിട്ടുകൊടുത്തത് മോശയുടെ നിയമം കൃത്യമായി അനുസരിക്കാൻ വേണ്ടിയാണ്. ഇതെല്ലാം അറിയാവുന്ന ഔസേപ്പും മാതാവും, അതെല്ലാം അറിയാവുന്ന മാതാവിനോട് ഗബ്രിയേൽ പറയാണ്, നീ കല്യാണത്തിന് മുമ്പ് ഗർഭിണിയാകാൻ പോവുകയാണ്. ഇത് നിയമപരമായിട്ട് ശരിയാണോ? മോശയുടെ നിയമം അനുസരിച്ച് ഒരു സ്ത്രീ വിവാഹം കഴിക്കണേക്ക് മുമ്പ് ഗർഭിണിയാകാൻ പാടുണ്ടോ? അപ്പം എന്തുകൊണ്ട് മാതാവ് അതിനെ സ്വീകരിച്ചു? മാതാവ് കരുണയാണ് കാണുന്നത്. കർത്താവേ, നീ കരുണയാണ്, നീ കൽപ്പനയല്ല. ഇത് അങ്ങയുടെ പിതാവായ അബ്രാഹത്തിനോടും അവൻ്റെ സന്തതികളോടും എന്നേക്കും ചെയ്ത ഉടമ്പടിയും അങ്ങയുടെ കരുണയുമാണ്. അവരെന്നെ കൊല്ലുകയാണെങ്കിൽ അതിന് നീയാണ് ഉത്തരവാദി. അങ്ങനെയാണ് ഇത്. ഇപ്പം ഞാനിത് പറയുന്നത്, ഒരു പാട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്, ഇവിടെ പാടാനൊന്നും സമയം കിട്ടില്ല. ആദ്യത്തെ രക്തസാക്ഷിയാമമ്മ നൽകിയ സഹരക്ഷയാമമ്മ
ഇത് എഴുതിയപ്പോൾ അതിനുശേഷമുണ്ടായ നിരവധി കാര്യങ്ങൾ എന്നെ കാണിച്ചു തരികയാണ്. എപ്പോൾ മുതലാണ് ഈ അമ്മ ആദ്യത്തെ രക്തസാക്ഷിയായി എന്ന് പറയുന്നത്? ഇപ്പോൾ വന്നിട്ടുണ്ട് അല്ലേ? എവിടെ ഇരിക്കണേ? താഴത്തപ്പള്ളിയിലും ഇവിടെയുണ്ട്. താങ്ക് യു. ഇപ്പം തന്നെ വിടാം. താങ്ക് യു. അപ്പോൾ ഈ അമ്മ രക്തസാക്ഷിയായത് കുരിശിൻ്റെ ചുവട്ടിൽ വെച്ചല്ല. ഈ പുത്രന് വേണ്ടി, പുത്രന് ജനിക്കാൻ വേണ്ടി തൻ്റെ ശരീരരക്തം അർപ്പിച്ചത് എന്ത് റിസ്ക് എടുത്തിട്ടാണെന്ന് ചോദിക്കും. എന്ത് റിസ്ക് എടുത്തിട്ടാണ് ഇല്ലേ? ശരി, അതെ, വെളിപ്പെടുത്തി കൊടുത്തു. കറക്റ്റ്. പക്ഷേ ആ ജ്ഞാനത്തിൽ അമ്മയ്ക്കുണ്ടായ ബോധ്യം മനസ്സിലാക്കണം. നിയമമനുസരിച്ച് ഇവരെന്നെ കൊല്ലാൻ സാധ്യതയുണ്ട്. അതാണ്, അങ്ങനെയുള്ള വിശ്വാസമാണ് നമുക്കുണ്ടാകണേതാണ്. അതാണ് പുതിയ നിയമം എന്ന് പറയണത്. നമ്മൾ അങ്ങനെയുള്ളൊരു വിശ്വാസമാണ് പുതിയ നിയമം എന്ന് പറയണത്. ഇപ്പോൾ പറയാം, അയ്യോ മോശയുടെ നിയമം അനുസരിച്ച് ഞാനങ്ങനെ ഗർഭിണിയാകാൻ പാടില്ല, അതുകൊണ്ട് എനിക്ക് പറ്റൂല. അതാണ് സഖറിയ, നിയമപണ്ഡിതനായ സഖറിയ പറയാണ്, ഞാൻ ഇത്രയും വയസ്സായിരിക്കുമ്പോൾ ഗർഭിണിയാവോ എൻ്റെ ഭാര്യ? സംശയം. മറിച്ച് ഗബ്രിയേൽ എന്നിട്ട് പറയാണ്, ഞാൻ നിന്നോട് പറഞ്ഞത് ദൈവം പറഞ്ഞതാണ്, അത് വിശ്വസിക്കാതിരുന്നത് കൊണ്ട് നീ ഊമനായി പോകും. അപ്പോൾ ഇതാണ് പഴയ നിയമത്തിൻ്റെ അവസ്ഥ. പഴയ നിയമത്തെ പിടിച്ചിരിക്കുന്നവരെല്ലാം ഊമരും വന്ധ്യതയുള്ളവരുമാണ്. അതാണ് പഴയ നിയമത്തിലെ വന്ധ്യതയുള്ള ചില സ്ത്രീകളുടെ അടുത്തേക്ക് മാലാഖ ചെന്നിട്ട് പറയാണ്, നീ ഇപ്പോൾ മുതൽ പുതിയ സൃഷ്ടിയാകാൻ പോവുകയാണ്. സാറായി, നീ ഇനിമേൽ സാറായി അല്ല, നീ സാറയാണ്. എലിസബത്തെ, നീ ഗർഭം ധരിക്കാൻ പോവുകയാണ്, നീ പുതിയ സൃഷ്ടിയാകാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പം ഇനി ഇത് വിശദീകരിക്കാൻ ഇനി സമയമില്ല. അടുത്ത ധ്യാനത്തിൽ നമുക്ക് കേൾക്കാം. ഈ ധ്യാനത്തിൻ്റെ CD മേടിച്ചു കൊണ്ടുപോയിക്കോ, കുളത്ത് പോയില്ല, അതിനകത്ത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സംശയമുള്ളവർ എൻ്റെ ടെലിഫോൺ നമ്പർ വേണമെങ്കിൽ എടുത്തോ, 9447196033. ആവശ്യമില്ലാണ്ടൊന്നും വിളിക്കരുത്. ഇങ്ങനെയുള്ള സംശയങ്ങൾക്ക് വിളിക്കാം. കാരണം നിങ്ങൾക്ക് സംശയം ദൂരീകരിക്കാൻ ആരെങ്കിലും വേണം. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്ക് വരണം മനുഷ്യർ. ഇപ്പോഴും പഴയ നിയമത്തിലുള്ള ഒരു യഹൂദ ക്രിസ്ത്യാനിയായിട്ട് ശാപവും കോപവും ഭയവും പേടിയും കൊണ്ട് നടന്നാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കലുണ്ടാവുള്ളൂ. അത് സുവിശേഷമല്ല. 9447196033 9447196033. ഓക്കെ, ഇപ്പോൾ പറയാൻ പോണ കാര്യം ശ്രദ്ധിക്കുക. നമ്മളെല്ലാവരും ഇപ്പോൾ ഭക്ഷണത്തിനായിട്ട് പോകുമ്പോൾ കുറച്ച് പേര് കുമ്പസാരിക്കാൻ പോവുക. ഈ പള്ളിയിലും ഈ ചാപ്പലിലും അച്ഛന്മാരുണ്ട്. നിങ്ങൾ കുമ്പസാരിക്കേണ്ട പ്രധാന കാര്യം നമ്മളിലുള്ള ഫരിസേയ മനോഭാവത്തെ. 3 പ്രധാനമായിട്ട് ഫരിസേയ മനോഭാവം. ഒന്ന്, മറ്റുള്ളവരുടെ തിന്മ അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള വ്യഗ്രതയും അത് ഉടനെ 4 ആളോട് റിപ്പോർട്ട് ചെയ്യാനുള്ള ആഗ്രഹവും. ഇത് നമ്മളിൽ ഉള്ളിടത്തോളം സമയം നമ്മൾ ഒരു യഹൂദനാണ്, ഫരിസേയനാണ്, പഴയ നിയമത്തിലാണ്. മറിച്ച് യേശു വന്നത് കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല, പുകഞ്ഞ തിരി കെടുത്തില്ല, ചതഞ്ഞ ഞാങ്ങണ ഒടിക്കില്ല, അവൻ എല്ലാ പാപികളെയും സ്വീകരിക്കുന്നു. അപ്പം ഈ ഒരു അവസ്ഥ നമ്മളിൽ നിന്ന് ഉരിഞ്ഞു മാറ്റണം. അത് നമുക്ക് പറ്റില്ല. വെള്ളം വീഞ്ഞാകുന്ന പോലെ കൗതാശികമായിട്ട് പറ്റുള്ളൂ. അതാണ് ജോസഫിൽ നമ്മൾ പഠിക്കേണ്ടത്. ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് ഒരാളോടും വിളിച്ച് പറഞ്ഞോ? ആരോടെങ്കിലും ടെലിഫോൺ ചെയ്ത് പറഞ്ഞോ? നമ്മളുടെ അടുത്ത് ഇപ്പോൾ 2 ടെലിഫോണാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്തുണ്ട്. ഞാനൊരു സംഭവം ഉണ്ടായ ഉടനെ 4 ആളോട് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. ഈ 2ാമത്തെ ഫരിസേയ സ്വഭാവം, ഈശോ പറഞ്ഞു, നിങ്ങൾ ആരെയും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുമ്പോൾ അതേ വിധി കൊണ്ട് നിങ്ങളും വിധിക്കപ്പെടുകയാണ്. നമ്മളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലും വീട്ടിലും എല്ലാം നമ്മൾ ഒരു ദിവസം ഒരു 100 പ്രാവശ്യം പലരെയും വിധിച്ച് സംസാരിക്കുകയാണ്.
അമ്മായിയമ്മ മരുമകളെ വിധിക്കുന്നു, മക്കളെ വിധിക്കുന്നു, അവരെ വിധിക്കുന്നു. ഇതൊക്കെ നിന്റെ തന്തയുടെ ഗുണം കൊണ്ടാണെന്നും എനിക്കറിയാം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായില്ലേ? ഇനി ആ മരുമകൾക്ക് അവിടെ എന്ത് സന്തോഷമുള്ളത്? ഇത് നിങ്ങൾക്ക് പണ്ടേ ഉള്ളതാണ്. ഇങ്ങനെയൊക്കെ വിധിച്ച് സംസാരിക്കുന്നത് നമ്മളെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ആ പാർട്ടി ശരിയല്ല കേട്ടോ, അവരുടെ കൂടെ കൂട്ടുചേരണ്ട. വിധിച്ച് സംസാരിക്കുന്ന അതിനെ ഉരിഞ്ഞു മാറ്റുക. മറ്റുള്ളവൻ്റെ കണ്ണിലെ കരടെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ കണ്ണിലെ തടിയെടുത്ത് മാറ്റുക. അതാണ് ഈ കുമ്പസാരം. ഇനി പ്രധാനമായിട്ടുള്ള ആദ്യത്തെ പോയിന്റ് 10 പ്രമാണങ്ങളെ കർശനമായിട്ട് പാലിക്കണമെന്നുള്ള വിശ്വാസം എന്നതോ യേശുക്രിസ്തുവിലുള്ള വിശ്വാസമോ. ഈശോ പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. എന്താണ് പാപം എന്നവിടെ പറയുന്നത്? എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട്. വിശ്വസിക്കായികയാണ് പ്രധാന പാപം. അതായത് പ്രമാണങ്ങളെക്കാൾ വലുതാണ് യേശുവിൻ്റെ കൃപയും കരുണയും. കരുണയാണ് പ്രമാണങ്ങളെക്കാൾ വലുത്. കരുണ ഒരുവനിൽ ഒഴുകിക്കഴിയുമ്പോൾ അവന് പാപം ചെയ്യാൻ പറ്റില്ല. അതാണ് ക്രിസ്ത്യാനി. നമ്മൾ കണ്ണടച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പുതിയ സൃഷ്ടിയാവുക എന്ന ഈ അവസ്ഥ എനിക്ക് തരണമേ. എവിടെ? കർത്താവേ, പുതിയ സൃഷ്ടിയാവുക എന്ന അവസ്ഥ ഈ കുമ്പസാരത്തിലൂടെ എൻ്റെ പാപങ്ങൾ മുഴുവനുമല്ല, എൻ്റെ ശരീരവും എൻ്റെ ആത്മാവും എൻ്റെ മനസ്സിനെയും പുതിയ സൃഷ്ടിയാക്കണേ. എന്നിലുള്ള ഫരിസേയ മനോഭാവത്തെ ഉരിഞ്ഞു മാറ്റണേ. ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു. എന്നിലുള്ള വിശ്വാസക്കുറവിനെ കുറിച്ച് ഞാൻ പശ്ചാത്തപിക്കുന്നു. ഞാൻ യേശുക്രിസ്തുവിൽ ആണെങ്കിലും യേശുക്രിസ്തുവിലൂടെ വന്നിരിക്കുന്ന പാപമോചനത്തിൻ്റെ രക്ഷാകരമായ ഏറ്റെടുക്കൽ ഗെത്സമനിയിൽ നടന്നിട്ടും ഇന്നും മാത്രമാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ഗെത്സമനിയിൽ യേശു എൻ്റെ പാപം ഏറ്റെടുത്തിട്ടും ഞാനത് വിശ്വസിക്കുന്നില്ല. എന്നാൽ ഇന്നു മുതൽ ഞാനത് വിശ്വസിക്കുന്നു. ഇന്ന് എൻ്റെ ഈ കൂദാശയിൽ, ഈ കുർബാനയിൽ, ഈ കുംഭസാരത്തിൽ എന്നെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി എന്നെ ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന വിശുദ്ധനായ ഒരു മനുഷ്യൻ അങ്ങാക്കണമേ. എന്നെ വിശുദ്ധനാക്കുന്നത് അങ്ങയുടെ കൃപയാണ്, കരുണയാണ്. എൻ്റെ മനസ്സിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടത്. ശാലബല ഹലബല ഹലബല. താങ്ക് യു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇനി എല്ലാവർക്കും മൗനമായിട്ട് പോകാം. നമ്മൾ കുറച്ച് പേര് ഭക്ഷണത്തിന് പോകുന്നു, കുറച്ച് പേര് കുമ്പസാരിക്കാൻ പോവുക. ഭക്ഷണം കഴിച്ചവർ കുമ്പസാരിക്കുക. എല്ലാവരും തന്നെ ഈ ഒരാശയത്തെ പശ്ചാത്തപിച്ച് കുമ്പസാരിക്കണം. എന്നിട്ട് നമ്മൾ ഇന്ന് കുർബാനയിലും കൈവപ്പ് പ്രാർത്ഥനയിലും ഭയങ്കര സംഭവം നടക്കാൻ പോവുകയാണ്. പണ്ട് ചെയ്യണ ഒരു കാര്യവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പുതിയ സൃഷ്ടിയാകണം. പ്രൈസ് ദ ലോർഡ്. ഗോഡ് ബ്ലെസ് യു.